രാജ്യത്തെ ഗാർഹിക ഇന്ധന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ്. 50 ലക്ഷം പുതിയ PNG കണക്ഷനുകൾ നൽകുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. രാജ്യത്തെ ഗാർഹിക ഇന്ധന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായി പുതിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത്. രാജ്യത്തുടനീളം 50 ലക്ഷം പുതിയ PNG കണക്ഷനുകൾ നൽകുക എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന LPGയിൽ നിന്ന് പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇതിനായി പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകണമെന്നുമാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ LPG ചരക്കു നീക്കത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഈ സുപ്രധാനമായ നീക്കം. LPG ഇറക്കുമതിക്കായി കപ്പലുകളെ ആശ്രയിക്കുന്നത് പലപ്പോഴും അനിശ്ചിതാവസ്ഥയ്ക്ക് വരെ കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ LPG വിതരണ ശൃംഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിച്ചാൽ പോലും അത് സാധാരണ ജനങ്ങളെ ബാധിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് PNG ശൃംഖല വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ മുതിർന്ന മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിർണായകമായ യോഗവും ചേർന്നിരുന്നു. ഗെയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ പെട്രോളിയം കമ്പനികളുടെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 50 ലക്ഷം വീടുകളിലേക്ക് പൈപ്പ് വഴി ഇന്ധനം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് യോഗത്തിൽ വെച്ച് തന്നെ കർശന നിർദ്ദേശവും നൽകി കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ഗുണപ്രദവും ചിലവ് കുറഞ്ഞതുമായ ഇന്ധനമായി PNGയെ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുമുണ്ട്. LPGയുടെ ഗതാഗതത്തിനും കൈമാറ്റത്തിനുമുള്ള വലിയ ചിലവ് ഇതിലൂടെ ഒഴിവാക്കാനും സാധിക്കും. പ്രത്യേകിച്ച് യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ യാതൊരു തടസ്സവുമില്ലാതെ ജനങ്ങൾക്ക് ഇന്ധനം എത്തിക്കാൻ കഴിയുന്ന ഒരു വിശ്വസ്ത ഊർജ്ജ സ്രോതസ്സായാണ് നാച്ചുറൽ ഗ്യാസ് കണക്കാക്കപ്പെടുന്നത്. ഫോസിൽ ഇന്ധനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനാണ് സർക്കാർ ഇപ്പോഴും പ്രാധാന്യം നൽകുന്നത്. PNG എന്നത് LPGക്ക് ഒരു പൂർണ്ണ ബദലല്ലെങ്കിലും LPGയുടെ ക്ഷാമത്തെ താൽക്കാലികമായെങ്കിലും തടയിടാൻ ഈ വിപുലീകരണം വഴി സാധിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.